നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് കോമിക് കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ. പിന്നീട് പിൽക്കാലത്ത് ആ കോമിക് കഥാപാത്രങ്ങൾ സിനിമയായി മാറി. അത്തരത്തിലുള്ള കോമിക് കഥാപാത്രമായ സൂപ്പർമാൻ ഇപ്പോൾ ആഗോളതലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ്. സൂപ്പർമാൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിനെതിരെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2025 ജൂലൈ 11 സൂപ്പർമാന്റെ പുതിയൊരു സിനിമ റിലീസ് ചെയ്യുകയുണ്ടായി. അത്തരത്തിലിറങ്ങിയ സൂപ്പർമാൻ എന്ന് പറയുന്ന പുതിയ സിനിമയ്ക്കെതിരെയും ആ സിനിമയിലെ അണിയറ പ്രവർത്തകർക്കെതിരെയുമാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. ഏറ്റവും കൂടുതലും വിമർശനങ്ങളുമായി രംഗത്തു വരുന്നത് ഇസ്രായേലുകളാണ്. അതിന് കാരണമായി അവർ പറയുന്നത്, ലോകത്തിനു മുന്നിൽ തങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് ഈ സിനിമ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുന്നു എന്നൊക്കെയാണ്. ഇസ്രായേൽ ജനതയെ ഈ സിനിമ അത്രത്തോളം എന്തുകൊണ്ടാണ് ചൊടിപ്പിച്ചത് എന്നറിയണ്ടേ? പറയാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇംഗ്ലീഷിലെ ഒരുപാട് ഇസ്ലാമിക് ചാനലുകൾ നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വിഷയം എന്താണെന്ന് നോക്കാം. 2025 ജൂലൈ 11 സൂപ്പർമാന്റെ പുതിയൊരു സിനിമ റിലീസ് ചെയ്യുന്നത്. ലോകമെമ്പാടും വലിയ രീതിയിൽ ആ സിനിമ ഹിറ്റായി മാറിയെന്ന് പറയപ്പെടുന്നു. കോടിക്കണക്കിന് രൂപ ആ സിനിമ ദിവസങ്ങൾ കൊണ്ട് ലാഭമുണ്ടാക്കിയെന്നാണ്. ഇന്ത്യയിലാണ് ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതലും ലാഭമുണ്ടാക്കിയെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ അത്തരത്തിൽ ഹിറ്റായിക്കൊണ്ട് ആ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ സിനിമയിലെ സ്റ്റോറി തന്നെയാണ്. സിനിമയിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് സൂപ്പർമാനെ ഈ സിനിമയിൽ സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ സൂപ്പർമാൻ രക്ഷിക്കാനെത്തുന്നത് ഗസയിലെയും ഗസയിലെ ജനങ്ങളെയുമാണെന്ന് സിനിമ കാണുന്നവർക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അതങ്ങനെ പറഞ്ഞു വെക്കാനുള്ള കാരണം, ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന രാജ്യങ്ങളും അവിടെയുള്ള ജനങ്ങളും ഭരണാധികാരികളുമെല്ലാം ഗസയും ഇസ്രായേലിനെയും തോന്നിപ്പിക്കുന്ന വിധത്തിലാണ്. എങ്ങനെയാണ് സാമ്യമുണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഈ സിനിമയിൽ 2 രാജ്യങ്ങളെ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ബോറിവിയ എന്ന് പറയുന്ന രാജ്യമാണ്, മറ്റൊന്ന് ജാൻപൂർ എന്ന് പറയുന്ന രാജ്യം. യഥാർത്ഥത്തിൽ ഈ 2 രാജ്യങ്ങളും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണുവാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഇതൊരു സാങ്കല്പിക രാജ്യമാണ്. ബോറിവിയയും ജാൻപൂറും അതിർത്തി പങ്കിടുന്ന 2 വ്യത്യസ്ത സാങ്കല്പിക രാജ്യങ്ങളായി കാണിക്കുന്നു. ഇതുപോലെ തന്നെ ഇസ്രായേലും ഫലസ്തീനും അതിർത്തികൾ പങ്കിടുന്ന 2 രാജ്യങ്ങളാണ്. ഇതിൽ ജാൻപൂർ എന്ന് പറയുന്ന പ്രദേശം വളരെയധികം ദരിദ്രമായ ഒരു പ്രദേശമായി കാണിക്കുന്നുണ്ട്. മറ്റൊന്ന് ബോറിവിയ എന്ന് പറയുന്ന പ്രദേശം വലിയ സമ്പന്ന രാഷ്ട്രമായി, വലിയ ഉയർന്ന കെട്ടിടങ്ങളും വലിയ സമുച്ചയങ്ങളും ഒക്കെയുള്ള വലിയൊരു സമ്പന്ന രാജ്യമായി കാണിക്കുകയാണ്. ഇതുതന്നെയാണ് ഗസയിലും ഇസ്രായേലിലും കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ കെട്ടിടങ്ങളും വലിയ സമുച്ചയങ്ങളൊക്കെ കാണാൻ സാധിക്കും. സമ്പന്നമായ രാഷ്ട്രങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇസ്രായേൽ. എന്നാൽ ഗസയിലെ അവസ്ഥയോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വളരെയധികം പാവപ്പെട്ട നിരാലംബരായ മനുഷ്യർ താമസിക്കുന്ന പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. മാത്രമല്ല, നൂതന സാങ്കേതിക വിദ്യയും അതോടൊപ്പം മറ്റൊരു രാജ്യത്തിന്റെ സൈന്യത്തിന്റെ പിന്തുണയുമുള്ള ഒരു സമ്പന്ന രാഷ്ട്രമായി കാണിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇസ്രായേലിലും കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വലിയ നൂതന സാങ്കേതിക വിദ്യകളുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇസ്രായേലിന് അമേരിക്കയുടെ വലിയ പിന്തുണയുമുണ്ട്. ഇത്തരത്തിൽ ഈ സമ്പന്ന രാഷ്ട്രമായിട്ടുള്ള ബോറിവിയ ദരിദ്ര പ്രദേശമായിട്ടുള്ള പാവങ്ങൾ താമസിക്കുന്ന ജാൻപൂരിനെ ആക്രമിക്കുന്ന സമയത്ത് ആ ജാൻപൂരിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സൂപ്പർമാൻ എത്തുന്നത്. ടാങ്കുകളും ഹമ്മറുകളും അതോടൊപ്പം ഇസ്രായേലിന് സമാനമായ ആയുധങ്ങളുള്ള സൈനികർ എന്നിവ ഉൾപ്പെടുന്ന വലിയ സൈനിക സന്നാഹമുള്ള ഒരു സാങ്കല്പിക കിഴക്കൻ യൂറോപ്യൻ രാജ്യവും US സഖ്യകക്ഷിയുമായിട്ടാണ് ബൊറാവിയ എന്ന് പറയുന്ന രാജ്യത്തെ ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ജഹാൻപൂർ എന്ന് പറയുന്ന രാഷ്ട്രമാകട്ടെ വളരെ ശക്തി കുറഞ്ഞ, ഗസയെ പോലെ പ്രതിരോധമില്ലാത്ത, സൈനികവൽക്കരിക്കപ്പെട്ട ഒരു ദുർബല രാജ്യമായി കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സിനിമയിൽ ഡൊണാൾഡ് ട്രംപിനോട് തികച്ചും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു കഥാപാത്രത്തെയും കാണാം. മാത്രമല്ല, ആ ഒരു കഥാപാത്രം ഈ ബോറാവി എന്ന് പറയുന്ന ആ ഒരു സമ്പന്ന രാജ്യത്തിന് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നുണ്ട്. അതിപ്പോൾ ആയുധമായിട്ടായിരുന്നാലും ശരി, സാമ്പത്തികമായിട്ടായിരുന്നാലും ശരി. നമുക്കറിയാം, കാലാകാലങ്ങളായിട്ട് ഇസ്രായേലിന് വലിയ പിന്തുണ നൽകുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്ക വലിയ രീതിയിൽ പിന്തുണ നൽകുന്നുണ്ട് ഇസ്രായേലിന്. ആയുധങ്ങൾ നൽകിയും സാമ്പത്തികം നൽകിയുമൊക്കെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ കാലാകാലങ്ങളായി അമേരിക്ക ഇസ്രായേലിന് നൽകുന്നുണ്ട്. ഇതിൽ ബോറാവി എന്ന് പറയുന്ന രാജ്യത്തിലെ ധിക്കാരിയായിട്ടുള്ള ആ ഒരു നേതാവിനെ ബെഞ്ചമിൻ നെതന്യാഹുവിന് പകരക്കാരനായി തോന്നും. ഗാസയ്ക്ക് ചുറ്റുമുള്ള ഇസ്രായേലിന്റെ മതില് പോലെ
ഇവിടെ ഈ ബോറാവിയെയും അതോടൊപ്പം ജഹാൻപൂർ എന്ന് പറയുന്ന രാഷ്ട്രങ്ങളെയും തമ്മിൽ ഒരു മതില് വേർതിരിക്കുന്നുണ്ട്. ഒരു മരുഭൂമി നഗരത്തിൽ ഡ്രോണുകൾ ബോംബുകൾ വർഷിക്കുന്നു. ഗസയിലെ യുവാക്കളുടെ ധൈര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു സൂപ്പർമാൻ ക്യാപ്പ് ധരിച്ച ഒരു കുട്ടി ധീരമായിക്കൊണ്ട് ഒരു പതാക വീശുന്നതൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ കാണുന്നവർക്ക് അത് രണ്ടു സാങ്കല്പിക രാജ്യങ്ങളെന്നല്ല, നേരെ മറിച്ച് ആ രണ്ടു രാജ്യങ്ങളും ഫലസ്തീനും ഇസ്രായേലും എന്ന് തോന്നിപ്പോകും. പതിറ്റാണ്ടുകളായ ഇസ്രായേൽ ഭരണകൂടം ഫലസ്തീന് നടത്തുന്ന ആക്രമണങ്ങളെപ്പോലെ ആ സിനിമ കാണുന്നവർക്ക് തോന്നുകയാണ്. ആ സിനിമ കാണാൻ പോകുന്നവരുടെ ഉള്ളിൽ അത് രണ്ടു സാങ്കല്പിക രാഷ്ട്രങ്ങൾക്കപ്പുറം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പതിറ്റാണ്ടുകളായി ഗസയിൽ നടത്തുന്ന ആ ക്രൂരകൃത്യങ്ങളായിട്ട് തോന്നുകയാണ്. സിനിമ കാണുന്നവർക്കുണ്ടാവുന്ന തോന്നൽ വെറുതെ ഉണ്ടാകുന്നതല്ല, നേരെ മറിച്ച് അത്രമേൽ സാമ്യത ഉള്ളതുകൊണ്ടാണ്. ഈ സിനിമ ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് ഇസ്രായേലിൽ നിന്നും. ഈ സൂപ്പർമാൻ എന്ന് പറയുന്ന കഥാപാത്രം ആദ്യമായി എഴുതുന്നത് ജെറി സീഗൽ എന്ന് പറയുന്ന ഒരു ജൂതനായ മനുഷ്യനാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അത് പിന്നീട് DC സ്റ്റുഡിയോസ് ഒരു സിനിമയാക്കി മാറ്റുകയാണ്. സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ലോകത്ത് ഉയർന്നു വരുമ്പോൾ ആ സിനിമയുടെ സംവിധായകൻ ഈ അവകാശവാദങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പാണ് താൻ കഥ എഴുതിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതിനോടൊന്നും യോജിക്കാൻ സയനിസ്റ്റുകൾ തയ്യാറാവുന്നില്ല. ഇത് മനഃപൂർവ്വം തങ്ങളെ ലോകത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് സയനിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത്. നമുക്കൊരു സിനിമയെ പോലും ഭയപ്പെടുകയാണ് ഇസ്രായേൽ ഭരണകൂടം. തങ്ങൾ ചെയ്തു കൂട്ടുന്ന ക്രൂരതകളെക്കുറിച്ച് ആരും മിണ്ടാൻ പാടില്ല. അതേപോൽ മാധ്യമ പ്രവർത്തകരായിരുന്നാലും ശരി, ഇതുപോലെ ലോകത്ത് വലിയ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയിലെ കഥാപാത്രങ്ങളായിരുന്നാലും ശരി, ആരും ഒരക്ഷരം മിണ്ടരുത്. അത്തരത്തിൽ മിണ്ടുന്നവരെ നിശബ്ദമാക്കുകയാണ് ഇത്തരത്തിലുള്ള അധിനിവേശ ശക്തികൾ. എന്നാൽ ഇസ്രായേലി മാധ്യമങ്ങളും ഇസ്രായേൽ അനുകൂല ഗ്രൂപ്പുകളും ഈ സിനിമയ്ക്കെതിരെ വ്യാപകമായ രീതിയിൽ വിമർശനങ്ങൾ നടത്തുമ്പോഴും അതിനെ ബഹിഷ്കരിക്കണമെന്ന് പറയുമ്പോഴും ആ സിനിമ വലിയ രീതിയിൽ വിജയിക്കുകയും വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഗാസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഈ സിനിമ. മതിലുകളും ഡ്രോണുകളും അവശിഷ്ടങ്ങൾക്കിടയിലെ കുട്ടികൾ, ഇതെല്ലാം ഒരു ചെറുത്തുനിൽപ്പിന്റെ കഥയായി കാണിക്കുന്നു. ഗാസയിലേക്കുള്ള സഹായ വാഹന വ്യൂഹങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും മാനുഷിക പ്രവർത്തനങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയും ഇസ്രായേൽ സത്യത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ സിനിമ നൽകുന്ന സന്ദേശം ഇസ്രായേലിന് തടയാനാകുന്നില്ല. നെതന്യാഹു എത്ര തന്നെ ശ്രമിച്ചാലും ഗസയിലെ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ ബുദ്ധിമുട്ടുകൾ അത് ലോകം അറിയുക തന്നെ ചെയ്യും. അവിടെ നടത്തുന്ന ക്രൂരതകൾ ലോകം കാണുക തന്നെ ചെയ്യും. എന്തായാലും ഗസയെ രക്ഷിക്കാൻ ഒരു സൂപ്പർമാനും വരാൻ പോകുന്നില്ല. ഫലസ്തീനികളുടെ വിജയം ഏറ്റെടുത്തിരിക്കുന്നത് പടച്ച റബ്ബായ അള്ളാഹുവാണ്. അള്ളാഹു ആ ജനതയെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും, എന്തൊക്കെ തടയിടാൻ ശ്രമിച്ചാലും പടച്ച റബ്ബ് ആ ജനതയെ കൈവിടുകയില്ല.